നിങ്ങളറിഞ്ഞോ? ആധാർ കാർഡ് വായ്പയും തരും. അപേക്ഷിച്ചാൽ ഉടൻ പണം അക്കൗണ്ടിലെത്തും. നമസ്കാരം, ഞാൻ അഭിലാഷ് ജി നായർ. ഫിനാൻഷ്യൽ ഗൈഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും കുറേ വർഷങ്ങളായി ആധാർ കാർഡ് ഉണ്ടല്ലേ? രാജ്യത്തെമ്പാടും ഒരുപോലെ അംഗീകരിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നത് മാത്രമല്ല, പണത്തിന് അത്യാവശ്യം വരുമ്പോൾ വായ്പ എടുക്കാനും ആധാർ കാർഡ് ഉപയോഗിക്കാമെന്ന് എത്ര പേർക്കറിയാം? എന്തായാലും എനിക്കറിയില്ലായിരുന്നു. ആധാർ കാർഡ് വായ്പ എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഏത് ധനകാര്യ സ്ഥാപനങ്ങളിലായാലും വായ്പയ്ക്ക് അപേക്ഷിക്കുമ്പോൾ വോട്ടേഴ്സ് ID, പാസ്പോർട്ട്, റേഷൻ കാർഡ് തുടങ്ങിയ രേഖകൾ ചോദിക്കാറുണ്ട്. എന്നാൽ ആധാർ കാർഡിൽ വ്യക്തിഗത വിവരങ്ങൾ എല്ലാം ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ ആധാർ കാർഡും സാധുവായ രേഖയായി സ്വീകരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ വായ്പ ലഭിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. എന്താണ് ആധാർ കാർഡ് വായ്പ? എങ്ങനെയാണ് ആധാർ കാർഡ് വായ്പ നൽകുന്നത്? പരിശോധിക്കാം. വിവാഹ വായ്പ, സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ശമ്പളക്കാർക്കും പെൻഷൻകാർക്കും നൽകുന്ന വായ്പകൾ തുടങ്ങിയ വ്യക്തിഗത വായ്പകൾക്ക് സമാനമാണ് ആധാർ കാർഡ് ലോൺ. ആധാർ കാർഡ് സമർപ്പിക്കുമ്പോൾ ധനകാര്യ സ്ഥാപനങ്ങൾ വായ്പകൾ നൽകുന്നു. എന്നിരുന്നാലും അടിസ്ഥാന യോഗ്യതാ മാനദണ്ഡങ്ങൾക്കപ്പുറം വായ്പ ലഭിക്കുന്നതിന് വരുമാനത്തിന്റെ തെളിവ് സമർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ആധാർ കാർഡ് ഉപയോഗിച്ച് എങ്ങനെ വായ്പ നേടാമെന്ന് നോക്കാം. ആധാർ കാർഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ലോണിന് അപേക്ഷിക്കേണ്ടത് എന്ന സംശയം എല്ലാവർക്കും ഉണ്ടാകും. ഇതിനായി ബാങ്ക് വെബ്സൈറ്റിൽ വ്യക്തിഗത ലോൺ വിവരങ്ങൾ പരിശോധിച്ചതിന് ശേഷം അപ്ലൈ ഓൺലൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷാ ഫോമിൽ ചോദിക്കുന്ന വിവരങ്ങൾ പൂരിപ്പിക്കുക. ഒപ്പം വായ്പയുടെ തുകയും രേഖപ്പെടുത്തുക. ശേഷം ആധാർ കാർഡ് നമ്പർ നൽകി അലൗ അല്ലെങ്കിൽ സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ചെയ്ത രേഖകൾക്കൊപ്പം ബാങ്ക് അപേക്ഷ പരിശോധിക്കും. വായ്പാ തുക 24 മണിക്കൂറിനുള്ളിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഈ പ്രക്രിയ വേഗത്തിലാക്കാനും സുഗമമാക്കാനും മൊബൈൽ നമ്പർ ആധാർ കാർഡുമായും പാൻ കാർഡുമായും ബന്ധിപ്പിക്കുന്നതാണ് നല്ലത്. ആധാർ കാർഡ് ലോണിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്ലെക്സിബിൾ ലോൺ തുക തിരഞ്ഞെടുക്കാം എന്നതാണ് ആധാർ കാർഡ് വായ്പയുടെ പ്രധാന പ്രത്യേകത. ഒരാൾക്ക് 5000 രൂപയ്ക്കും 5 ലക്ഷം രൂപയ്ക്കും ഇടയിലുള്ള വായ്പയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. ആവശ്യമായ എല്ലാ വിശദാംശങ്ങളും നൽകിക്കൊണ്ട് അപേക്ഷകന് വേഗത്തിലുള്ള യോഗ്യതാ പരിശോധന നേടാനാകും. കൊളാറ്ററൽ ഫ്രീ ലോൺ അഥവാ ഈടോ ജാമ്യമോ ജാമ്യക്കാരനോ ഇല്ലാതെ ഒരാൾക്ക് ആധാറിൽ വായ്പയ്ക്കായി അപേക്ഷിക്കാം. താങ്ങാനാകുന്ന പലിശ നിരക്കുകൾ. ഒരു ബാങ്ക് സന്ദർശിക്കാതെയോ കാത്തിരിക്കാതെയോ ഒരു ബിസിനസ് ലോണിന് ഓൺലൈനായി അപേക്ഷിക്കാം. 1 മുതൽ 5 വർഷം വരെ തിരിച്ചടവ് കാലാവധി. ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ വായ്പാ തുക വിതരണം ചെയ്യും. കുറഞ്ഞ ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്കും ആധാർ കാർഡ് വഴി വായ്പയ്ക്ക് അപേക്ഷിക്കാം. ആധാർ കാർഡ് വായ്പ എടുക്കാൻ നിർബന്ധമായും ആവശ്യമുള്ള രേഖകൾ ഏതൊക്കെയെന്ന് നോക്കാം. ആധാർ കാർഡ്, പാൻ കാർഡ്, മേൽവിലാസം തെളിയിക്കാനുള്ള രേഖയായി പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, റേഷൻ കാർഡ്, ഇലക്ട്രിസിറ്റി ബിൽ, വാടക കരാർ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന്. വരുമാനം തെളിയിക്കാനുള്ള രേഖയായി ശമ്പള സ്ലിപ്പുകൾ, ആദായ നികുതി റിട്ടേണുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ഇവയിൽ ഏതെങ്കിലും ഒന്ന്. നിങ്ങളുടെ ശമ്പള അക്കൗണ്ടിന്റെ ചെക്കുകൾ, കൃത്യമായി പൂരിപ്പിച്ച അപേക്ഷാ ഫോറം, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ എന്നിവയാണ് ആവശ്യമായ രേഖകൾ. ആധാർ കാർഡ് ലോണിന് അപേക്ഷിക്കുന്നതിനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ആധാർ കാർഡ് ലോണിനായി അപേക്ഷിക്കുന്നവർ ഇന്ത്യയിലെ താമസക്കാരനായിരിക്കണം. അപേക്ഷകൻ 23-നും 57-നും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. അപേക്ഷകൻ ഒരു പൊതു അല്ലെങ്കിൽ സ്വകാര്യ കമ്പനിയിലോ അതുമല്ലെങ്കിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലോ ജോലി ചെയ്യുന്നവരായിരിക്കണം. വായ്പ നൽകുന്ന ധനകാര്യ സ്ഥാപനത്തെയും അപേക്ഷകൻ താമസിക്കുന്ന നഗരത്തെയും ആശ്രയിച്ച് കുറഞ്ഞ ശമ്പള ആവശ്യകതകൾ വ്യത്യാസപ്പെടാം. ആധാർ കാർഡിൽ വായ്പ എടുക്കാനായി എങ്ങനെ അപേക്ഷിക്കാം? ഇതിനായി ആദ്യം ചെയ്യേണ്ടത് ആധാർ കാർഡിൽ വായ്പ നൽകുന്ന വിശ്വസനീയമായ ഒരു ധനകാര്യ സ്ഥാപനം തിരഞ്ഞെടുക്കുക എന്നതാണ്. ശേഷം ആ ധനകാര്യ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. അവിടെ വായ്പകൾക്കായുള്ള സെക്ഷൻ തുറക്കുക. നിങ്ങൾ ഈ ധനകാര്യ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് വഴി ആദ്യമായാണ് ആധാർ വായ്പയ്ക്കായി അപേക്ഷിക്കുന്നതെങ്കിൽ ഒരു അക്കൗണ്ട് സൃഷ്ടിക്കുക. നിങ്ങൾക്ക് ഇതിനകം ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ അക്കൗണ്ട് സജ്ജീകരിക്കുന്നതിന് ആവശ്യമായ വിവരങ്ങൾ നൽകുക. നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ, പേര്, വയസ്സ്, വിലാസം, ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ എന്നിവയുൾപ്പെടെ നിങ്ങളുടെ വ്യക്തിഗത വിശദാംശങ്ങൾ നൽകി ലോൺ അപേക്ഷാ ഫോം പൂരിപ്പിക്കുക. നിങ്ങളുടെ പ്രതിമാസ വരുമാനവും തൊഴിൽ നിലയും ഉൾപ്പെടെ നിങ്ങളുടെ വരുമാന വിശദാംശങ്ങൾ പങ്കിടുക.
ചില ധനകാര്യ സ്ഥാപനങ്ങൾ അധിക സാമ്പത്തിക വിവരങ്ങൾ ചോദിച്ചേക്കാം. നിങ്ങൾക്കാവശ്യമുള്ള ലോൺ തുകയും നിങ്ങൾക്ക് അനുയോജ്യമായ തിരിച്ചടവ് കാലാവധിയും തിരഞ്ഞെടുക്കുക. ധനകാര്യ സ്ഥാപനം ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ആവശ്യമായ ഡോക്യുമെന്റുകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ അപേക്ഷ ശ്രദ്ധാപൂർവം അവലോകനം ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. നിങ്ങളുടെ അപേക്ഷ ധനകാര്യ സ്ഥാപനം പ്രോസസ് ചെയ്യും. തുടർന്ന് വിവരങ്ങൾ ധനകാര്യ സ്ഥാപനം പരിശോധിക്കും. ആവശ്യമെങ്കിൽ കൂടുതൽ വ്യക്തതയ്ക്കായി അപേക്ഷകനെ ബന്ധപ്പെടാം. അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ വായ്പാ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിതരണം ചെയ്യും. ആധാർ കാർഡ് വായ്പ നൽകുന്ന ചില പ്രധാന ധനകാര്യ സ്ഥാപനങ്ങൾ ഏതൊക്കെയെന്നും അവരുടെ പലിശ നിരക്ക് എത്രയെന്നും നോക്കാം. HDFC പേഴ്സണൽ ലോൺ പലിശ നിരക്ക് 10.50%. പ്രോസസിംഗ് ഫീസ് ലോൺ തുകയുടെ 3.5% വരെ. പരമാവധി ലഭിക്കുന്ന ലോൺ തുക 40 ലക്ഷം രൂപ വരെ. തിരിച്ചടവ് കാലാവധി 1 മുതൽ 5 വർഷം വരെ. ICICI പേഴ്സണൽ ലോൺ ഇവിടെ പലിശ നിരക്ക് 10.50%. പ്രോസസിംഗ് ഫീസ് ലോൺ തുകയുടെ 2.50% വരെ. ഇതിനോടൊപ്പം GSTയും ഈടാക്കും. പരമാവധി ലഭിക്കുന്ന ലോൺ 25 ലക്ഷം രൂപ വരെ. തിരിച്ചടവ് കാലാവധി 6 വർഷം വരെ. ബജാജ് ഫിൻസർവ് പേഴ്സണൽ ലോൺ ഇവിടെ പലിശ നിരക്ക് 11%. പ്രോസസിംഗ് ഫീസ് ലോൺ തുകയുടെ 4.15% വരെ. ഇതിനോടൊപ്പം GSTയും ഈടാക്കും. പരമാവധി ലഭിക്കുന്ന ലോൺ തുക 25 ലക്ഷം രൂപയാണ്. തിരിച്ചടവ് കാലാവധി 5 വർഷം വരെ. ടാറ്റ ക്യാപിറ്റൽ പേഴ്സണൽ ലോൺ ഇവിടെ പലിശ നിരക്ക് 10.99%. പ്രോസസിംഗ് ഫീസ് ലോൺ തുകയുടെ 2.75% വരെ. ഇതിനോടൊപ്പം GSTയും ഈടാക്കും. ഇവിടെ പരമാവധി ലഭിക്കുന്ന ലോൺ തുക 25 ലക്ഷം രൂപ വരെയാണ്. തിരിച്ചടവ് കാലാവധിയാകട്ടെ 6 വർഷം വരെ. മണി ടാപ്പ് ഇവിടെ പലിശ നിരക്ക് 13% മുതൽ 24.03% വരെയാണ്. പ്രോസസിംഗ് ഫീസ് ലോൺ തുകയുടെ 2% വരെ. ഇതിനോടൊപ്പം GSTയും ഈടാക്കും. ലോൺ തുക 5 ലക്ഷം രൂപ വരെ. തിരിച്ചടവ് കാലാവധി 3 വർഷം വരെ. മണി വ്യൂ ഈടാക്കുന്ന പലിശ നിരക്ക് 16%. പ്രോസസിംഗ് ഫീസ് ലോൺ തുകയുടെ 2% വരെ. GSTയും ഈടാക്കും. ഇവിടെ പരമാവധി ലോൺ തുക 5 ലക്ഷം രൂപ വരെയാണ്. തിരിച്ചടവ് കാലാവധി 5 വർഷം വരെയും. ആധാർ കാർഡ് ലോൺ എന്നത് ഒരു ഇൻസ്റ്റന്റ് വായ്പയാണ്. നമ്മൾ നമ്മുടെ ആധാർ കാർഡ് മാത്രം സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ഡോക്യുമെന്റേഷനിലൂടെ നേടുന്ന വായ്പ. ഒരു ക്യാഷ് ലോൺ ലഭിക്കുന്നതിന് നിങ്ങൾ ദിവസങ്ങളോളം കാത്തിരിക്കുകയോ രേഖകളുടെ കൂമ്പാരം സമർപ്പിക്കുകയോ ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി എപ്പോൾ വേണമെങ്കിലും ആധാർ കാർഡ് ലോണിന് അപേക്ഷിക്കാവുന്നതാണ്. പുതിയൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.